ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ബുക്ക് ഓഫ് ലോർഡ് ചിന്തിക്കാൻ പോകുന്നത്, ഞങ്ങൾ നിരന്തരമായി വേട്ടയാടുകയും അതുപോലെ തന്നെ ഞങ്ങൾ പറയുന്നത് വിപരീത ഉപദേശമാണെന്ന് പഠിപ്പിക്കുകയും അതുപോലെ തന്നെ സ്നാനത്തെക്കുറിച്ച് വിപരീത ഉപദേശം ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന ഡൽഹിയിൽ താമസിക്കുന്ന കുരുവിള സാമുവൽ എന്ന വ്യക്തിയാണ് ഇന്ന് അദ്ദേഹത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞ ദുരുപദേശം ഇപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. ആ വീഡിയോയിലേക്ക് നമുക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. ഇദ്ദേഹത്തിന്റെ ഈ വെല്ലുവിളിയും ഒക്കെ കണ്ടാൽ തോന്നും, ബൈബിളിലുടനീളം യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് എഴുതി വച്ചിട്ടുണ്ടെന്ന്. ഒരൊറ്റ വാക്യം പോലും ബൈബിളിൽ കാണിക്കാൻ നാളിന്ന് വരെ ഇവരിൽ ഒരുത്തർക്കും കഴിഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നുവെന്നോ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നുവെന്നോ ഉരുവിട്ടുകൊണ്ട് ആരെയെങ്കിലും സ്നാനം കഴിപ്പിച്ചു എന്ന് ബൈബിളിലില്ല. ഇനി പോട്ടെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് ബൈബിളിലില്ല. ഇതൊന്നുമില്ലാതെ വെറുതെ ഇവർ അവകാശവാദം നടത്തുകയാണ്. ബൈബിൾ സൂക്ഷ്മതയോടെ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യാത്ത പാവങ്ങൾ ഇവരുടെ ചതിക്കുഴിയിൽ ധാരാളം വീണുപോയിട്ടുണ്ട്. ബൈബിൾ സൂക്ഷ്മതയോടെ പഠിക്കുന്ന പരിശോധിക്കുന്ന ഒരുത്തരുടെയും അടുക്കൽ ഇവരുടെ ഈ തന്ത്രം വിജയിക്കത്തില്ല. ജീസസ് ഉള്ളി വണ്ണസ് പെന്റക്കോസ്റ്റൽ എന്ന് പറയുന്ന സമൂഹം വചനമറിയാത്ത ആൾക്കാരെ വഞ്ചിക്കുവാൻ ഇറങ്ങിയൊരു സമൂഹമാണ്. ഏതോ സായിപ്പിനുണ്ടായ വെളിവുകേടാണ് ഇവർ ചുമന്നുകൊണ്ട് നടക്കുന്നത്. അതല്ലാതെ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ബാപ്റ്റിസമല്ല ഇവർ കഴിപ്പിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം അനുശാസിക്കുന്ന ബാപ്റ്റിസം, സ്നാനം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു കൽപ്പിച്ച കൽപ്പന മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലുണ്ട്. അത് ഉരുവിടാനല്ല, അനുസരിക്കാനുള്ളതാണ്. അപ്പൊ സ്നാനം കഴിപ്പിക്കേണ്ടത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. അത് ഉരുവിടണമെന്ന് ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഉരുവിട്ടതായി ബൈബിളിൽ ഒരിടത്തും എഴുതിയിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നും ഉരുവിട്ടുകൊണ്ട് ആരെയും സ്നാനം കഴിപ്പിച്ചതായും ബൈബിളിൽ എഴുതിയിട്ടില്ല. ബൈബിളിലുള്ളത് സ്നാനം കൊടുക്കുന്നയാൾക്ക് യേശുക്രിസ്തു നൽകിയ നിർദ്ദേശം. അത് വ്യക്തമായുണ്ട്. അപ്പോസ്തലന്മാരോടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവീൻ എന്നാണ് യേശുക്രിസ്തു അവർക്ക് കൽപ്പന കൊടുത്തത്. അതുപോലെ തന്നെ നമ്മൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകങ്ങളിൽ നോക്കുമ്പോൾ അവിടെ അപ്പോസ്തലന്മാര് സ്നാനമേൽക്കാൻ ആൾക്കാരോട് പറഞ്ഞതായിട്ടുണ്ട്. സ്നാനമേൽക്കാനാണ് പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി 10:48 സത്യവേദ പുസ്തകം എന്ന് പറയുന്ന ഒരു പരിഭാഷയിൽ മാത്രം കാണുന്ന പരിഭാഷ വെച്ചുകൊണ്ടാണ് ഇവർ ഈ മലയാളികളുടെ ഇടയിൽ അഭ്യാസം കാണിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം എന്ന മറ്റൊരു പരിഭാഷ ലഭ്യമാണ്. അവിടെ ശിമയോൻ കൊർന്നേല്യസിന്റെ വീട്ടിൽ കൂടി വന്ന ജനങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീനെന്ന്. അവരാണ് തിരിച്ച് ശിമയോനോട് പറയുന്നത്, ഞങ്ങളോടൊപ്പം കുറച്ച് ദിവസം താമസിക്കണമെന്ന്. അത് ഇംഗ്ലീഷിൽ വായിച്ചാലും അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, He commanded them to be baptized in the name of the Lord. നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് ശിമയോൻ അവരോട് ആജ്ഞാപിച്ചു. അവർ ശിമയോനോട് ഞങ്ങളോടൊപ്പം കുറച്ച് ദിവസം പാർക്കണം എന്ന് അപേക്ഷിച്ചു. ഇതാണ് ബൈബിളിലുള്ളത്. ഇതല്ലാതെ വണ്ണസ് പെന്റക്കോസ്റ്റൽസ് പഠിപ്പിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് ബൈബിളിലില്ല. ബൈബിളിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് എന്ന് അർത്ഥപൂർണമല്ലാത്ത അല്ലെങ്കിൽ
വ്യക്തതയില്ലാത്ത ഒരു ഡയലോഗ് വിട്ട് അപ്പൊ പാവങ്ങൾ അറിയാത്തവർ നോക്കുന്നവര്, വചനം അറിയാത്ത പാവങ്ങൾ നോക്കുമ്പം യേശുക്രിസ്തുവിന്റെ നാമത്തിലാ സ്നാനം. അങ്ങനെ ഈ വ്യാജന്മാരുടെ ചതിക്കുഴിയിൽ അനേകർ വീണു പോയിട്ടുണ്ട്. പിന്നെ ഇവരുടെ സംഘടന വളർന്നത് അമേരിക്കയിലെ സായിപ്പിന്റെ കാശുകൊണ്ടാണ്. അമേരിക്കയിൽ നിന്ന് സായിപ്പിന്റെ കാശുകൊണ്ടാണ് ഇവരുടെ സംഘടന വളർന്നത്, അല്ലാതെ ഒന്നുമല്ല. ആ കാശ് വാങ്ങിച്ച് തിന്നവര് ഇപ്പൊ ആ സായിപ്പിന്റെ ഉപദേശം പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന അടൂര്, പത്തനംതിട്ട ജില്ലയിൽ അടൂരാണ്. എൻ്റെ നാട്ടിൽ സായിപ്പിന്റെ ബംഗ്ലാവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ഇന്ന് ഇവരുടെ ഹെഡ്ക്വാർട്ടർ ഉണ്ട്. ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ് ഞങ്ങൾ. വ്യക്തിപരമായ വിഷയങ്ങളൊന്നും ഞങ്ങളുടെ വിഷയമല്ല. വിശുദ്ധ വേദപുസ്തകം തെളിവായി പറയുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ആരെയെങ്കിലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതനുസരിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തടസ്സവുമില്ല. ഞാൻ വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ച് അതിനനുസരിച്ചാണ് വിശ്വാസ ജീവിതം ചിട്ടപ്പെടുത്തുന്നത്. അതല്ലാതെ തൃത്തക്കാരെന്ത് പറയുന്നു, യേശുവിന്റെ നാമക്കാരെന്ന് പറയുന്ന പെന്തക്കോസുകാര്, വണ്ണസുകാരെന്ത് പറയുന്നു, യഹോവയുടെ സാക്ഷികൾ എന്ത് പറയുന്നു എന്നോ വേറെ ആരെങ്കിലും എന്ത് പറയുന്നു എന്നോ നോക്കിയിട്ടല്ല. വിശുദ്ധ വേദപുസ്തകം സുവ്യക്തമായ തെളിവോടെ പറയുന്ന ഏത് കാര്യത്തോടും എനിക്ക് പൂർണ്ണ യോജിപ്പാണ്. താങ്ക് യു. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. ഇതിനെ ഖണ്ഡിക്കുവാനായിട്ട് നമ്മുടെ മുംബൈയിലുള്ള എബ്രാംകുട്ടി പാസ്റ്റർ എന്ന് ഈ വീഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനെ ഇതിനെ ഖണ്ഡിക്കുവാനായിട്ട് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുകയാണ്. നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. ബുക്ക് ഓഫ് ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എന്നെ ക്ഷണിച്ച ബ്രദർ ഗീവറിസിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, അദ്ദേഹം എന്നെ വിളിച്ചത് കുരുവിള കുലഞ്ഞിക്കുമ്പിൽ ശാമുവൽ എന്ന് പറയുന്നൊരു വ്യക്തി യേശുക്രിസ്തുവിന്റെ നാമക്കാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചും പ്രത്യേകിച്ച് സ്നാനത്തെക്കുറിച്ചും പറഞ്ഞ ദുരുപദേശത്തെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. തീർച്ചയായിട്ടും അതിൻ്റെ ഖണ്ഡനം പറയുവാൻ വേണ്ടി ഞാൻ ഈ ലൈവ് ചാനലിലായിരിക്കുന്നു. കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വന്ദനം. ഈ ഞാൻ പറയുന്ന വാക്കുകൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ബ്രദർ കുരുവിള കുലഞ്ഞിക്കൊമ്പിൽ ശാമുവൽ എന്ന് അത് നീളമുള്ള പേരുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ബ്രദർ കുരുവിള എന്ന് മാത്രം അഡ്രസ്സ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ക്ലിപ്പ് നിങ്ങൾ കേട്ടുവല്ലോ. എന്താണ് പറഞ്ഞത്? യേശുക്രിസ്തു സ്നാനം കഴിപ്പിക്കാൻ പറഞ്ഞ ശിഷ്യന്മാർ ആർക്കെങ്കിലും യേശുക്രിസ്തുവിന് ആദ്യ സ്നാനം കൊടുത്തിട്ടുണ്ടോ, യേശുക്രിസ്തുവിന് ആദ്യ സ്നാനം കൊടുക്കാൻ കൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ ചോദിച്ചത്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ പരാമർശം എന്താണ്? കൊടുക്കുന്നയാൾ, ഒരുവന് സ്നാനം കൊടുക്കുന്ന ഒരാൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലെന്ന് പറയണം. ഏൽക്കുന്നയാൾ യേശുക്രിസ്തുവിന് ആദ്യ സ്നാനം ഏറ്റു എന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് എഴുന്നേൽത്ത് വരിക. ഏറ്റവും കൊടിച്ചതിയും വഞ്ചനയും ഉള്ളതായിട്ടുള്ള ഒരു ഉപദേശമാണ് ഈ 2024 ആരംഭമായി നമ്മൾ കേൾക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നു. തീർച്ചയായും നിങ്ങൾ വചനം കേൾക്കുക, ബൈബിൾ പരിശോധിക്കുക, മനസ്സിലാക്കുക ഏതാണ് ശരി, ഏതാണ് തെറ്റ്. ഇത് വ്യക്തിപരമായിട്ടുള്ള യാതൊരു പരിഹാസങ്ങളോ പരാമർശങ്ങളോ അല്ല. തികച്ചും ദൈവവചനത്തിന് എന്ത് കാണുന്നോ, എന്തെഴുതിയോ, എന്തു പ്രമാണിച്ചോ, എങ്ങനെയാണ് നമ്മൾ ആചരിക്കേണ്ടത് എന്നുള്ള ഒരു ഉപദേശമാണ് ഞാൻ ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, ആരെങ്കിലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ കൽപ്പിച്ചുവോ? അതിനുള്ള ഉത്തരം ഇതാണ്. മത്തായിയുടെ 28:19 കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ ഭൂലോകത്തെങ്ങും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പീൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അവരെ
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് യേശുക്രിസ്തു കൽപ്പന കൊടുത്തു മത്തായിയുടെ അവസാന അധ്യായത്തിൽ. എന്നാൽ ഈ ഒരു വാക്യം മാത്രം ആസ്പദമാക്കിക്കൊണ്ട് സ്നാനപ്പെടുവാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മർക്കോസിൽ എന്തു പറയുന്നു? വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ അവിടെ വിശ്വസിക്കണം, സ്നാനം ഏൽക്കുകയും ചെയ്യണമെന്ന് പറയുന്നു. ലൂക്കോസിൽ എന്തു പറയുന്നു? മാനസാന്തരവും പാപമോചനവും അവന്റെ നാമത്തിൽ. ആരുടെ നാമത്തിൽ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. എവിടെ തുടങ്ങണം? യെരുശലേമിൽ തുടങ്ങി സകല ജാതികളോടും അറിയിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു നിക്കോദെമോസിനോട് എന്ന് പറഞ്ഞു, നീ ആത്മാവാലും വെള്ളത്താലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ അതിന് സ്നാനം ആവശ്യമാകുന്നു എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. മാത്രവുമല്ല, യേശുക്രിസ്തു അതെങ്ങനെ കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ദുരുപദേശം പ്രസംഗിക്കുന്നവരെ പ്രോത്സാഹനം ചെയ്യുവാൻ വേണ്ടി ഡോക്ടർ സജു തോമസ് UP-TV എന്നുള്ള ഒരു വ്യക്തിയാണിപ്പോൾ യേശുക്രിസ്തുവിന് നാമത്തിന് വിരോധമായി പറയുന്നവർക്ക് ചൂട്ടുപിടിച്ചുകൊണ്ട്, അവരെ പച്ചക്കൊടി കാണിച്ചുകൊണ്ട് യേശുനാമത്തെ തള്ളിപ്പറയാനും ഉപദ്രവിക്കുവാനും കളിയാക്കുവാനും നിന്ദിക്കുവാനും പരിഹസിക്കുവാനും ഗോലിയാത്തിനെ പോലെ ഇപ്പോൾ എഴുന്നേറ്റ് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ സജു തോമസ്, ഗോസ്പൽ TV UP. തീർച്ചയായിട്ടും ഇവരെ ഒന്നും കണ്ടു പേടിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇവരെല്ലാം വെറും ഗോലിയാത്തുമാർ മാത്രമേ ഉള്ളൂ. അവർക്ക് BTH, MDH, PhD ഒക്കെ ഉണ്ട്. പക്ഷേ ഇടയച്ചെറുക്കനായ ദാവീദിന് ഈ ഗോലിയത്തന്മാരെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് കുരുവിളയാകുന്ന ഗോലിയാത്തിനെ ആർക്കും പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. അദ്ദേഹം യേശുനാമത്തെയും യേശുനാമ സഭകളെയും കാടടച്ച് പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പരിഹസിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് വചനത്തിലേക്ക് തിരിയാം. എന്താണ് അദ്ദേഹം സംസാരിച്ചത്? അദ്ദേഹം പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആരും സ്നാനപ്പെടുത്തിയിട്ടില്ല. വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 36, 37, 38. നിങ്ങൾ ഗ്രഹിച്ചിട്ടുള്ളതാണിത്, നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. എങ്കിലും നിങ്ങളുടെ ഏതാണ് ശരി, ഇദ്ദേഹം പറയുന്ന വ്യാജമാണോ, ഇദ്ദേഹം പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കേണ്ടതല്ലേ? ഞാൻ വായിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. അവിടെ ഇങ്ങനെ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തികൾ 2:37. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് ലഭിച്ചതിന് ശേഷം പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചതാണ് 11 കൂടെ. മൊത്തം 120 പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുന്നു, അപ്പോൾ പത്രോസ് പ്രസംഗിച്ചപ്പോൾ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഇവിടെ ശ്രദ്ധിക്കണം. മത്തായി 19 പറഞ്ഞെന്താണ്? നിങ്ങൾ പുറപ്പെട്ടു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ. ഇവിടെ ആ കൽപ്പന കേട്ട ശിഷ്യന്മാരിൽ പത്രോസ്, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ കൈവശമുള്ള പത്രോസ്, ഇവിടെ പ്രസ്താവിച്ചത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് യേശുക്രിസ്തു മത്തായി 28:19 19-ാം അധ്യായം 28-ാം അധ്യായം 19-ാം വാക്യമല്ല ഇവിടെ പത്രോസ് പറഞ്ഞത്. പിന്നെ പത്രോസ് എന്താ പറഞ്ഞത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ കേട്ടത് എന്താണ്? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവാനാണ് പത്രോസ് പറഞ്ഞത്. ഇനി അവർ ഏറ്റത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ 41-ാം വാക്യം.
അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. എന്ന് പറഞ്ഞാൽ ആരോട് ചേർന്നു? അപ്പസ്തോലന്മാരോട് ചേർന്നു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പോൾ ആരുടെ വാക്കാണ് കൈക്കൊണ്ടത്? പത്രോസ് പറഞ്ഞത്. പത്രോസ് എന്താ പറഞ്ഞത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്നല്ല പറഞ്ഞത്. പിന്നെയോ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ അവന്റെ വാക്ക് കേട്ടവർ കൈക്കൊണ്ടവർ സ്നാനമേറ്റു. 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പോൾ അപ്പോസ്തലൻ ഏത് നാമത്തിലാണ് സ്നാനപ്പെടുവാൻ പറഞ്ഞത്? പത്രോസ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. അപ്പോൾ യേശുക്രിസ്തുവിന് സ്നാനപ്പെടാൻ പറഞ്ഞപ്പോൾ അവര് സ്വീകരിച്ച സ്നാനം ഏതാണ്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. പത്രോസ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ പറഞ്ഞിരുന്നെങ്കിൽ അവർ ഏൽക്കുന്ന സ്നാനം ഏതായിരിക്കും? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, തൃത്വ വിശ്വാസത്തിലായിരിക്കുന്ന നിങ്ങൾ IPC, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, അതുപോലെ TPM ഈ സഭകൾ സ്നാനപ്പെടുത്തുമ്പോൾ അവർ പറയുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നല്ലേ പറയുന്നത്. അവർ ഏൽക്കുന്നവരും അതേ പിതാവിന്റെയും പുത്രന്റെയും സ്നാനം ഏറ്റെന്നല്ലേ അവർ പറയുന്നത്. അവര് പിതാവിന്റെയും പുത്രൻ പരിശുദ്ധ നാമത്തിൽ തൃത്വ സഭകൾ സ്നാനം കൊടുക്കുമ്പോൾ ഞങ്ങൾ യേശുക്രിസ്തു നാമത്തിലാണ് സ്നാനം ഏറ്റെന്ന് അവർ പറയുമോ? ഇല്ല. അപ്പോൾ ഇത് ഏറ്റവും ഒരു വഞ്ചനയും പോഷത്വമാണ്. യാതൊരു സെൻസ് ഉള്ളവരും സെൻസിബിൾ ആയിട്ടുള്ളവരും സെൻസിറ്റിവിറ്റി ഉള്ളവരും സെൻസിബിലിറ്റി ഉള്ളവരും, ഇതൊരു ഡയലോഗാ കേട്ടോ. സെൻസിബിൾ, സെൻസിറ്റിവിറ്റി ആൻഡ് സെൻസിബിലിറ്റി, ഇതൊരു ഒരു ഡയലോഗാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ആർക്കും ചിന്തിക്കാം, ഞാൻ കടയിൽ പോയി 2 കിലോ അരി തരാൻ പറയുമ്പോൾ എന്റെ ഓർഡറാ 2 കിലോ അരി എനിക്ക് താ. അപ്പോൾ കടക്കാരൻ 2 കിലോ പിണ്ണാക്ക് എന്റെ തന്നിട്ട് പറയാണ് ഇതാണ് അരി എന്ന് പറഞ്ഞു പോയി ഉപയോഗിക്കാൻ പറഞ്ഞാൽ സാധ്യമാകുന്ന കാര്യമാണോ? കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ ചിന്തിക്കുക. നമ്മൾ എന്തു കൊടുക്കുന്നുവോ അതല്ലേ സ്വീകരിക്കേണ്ടത്. ഞാൻ 500 രൂപയുടെ ഒരു നോട്ട് ഒരുവന്റെ കൊടുത്താൽ ഞാൻ പറയാണ്, കിട്ടുന്ന പുള്ളിയോട് ഞാൻ പറയാണ്, നിങ്ങളത് 2000 രൂപയായിട്ട് കരുതിക്കൊള്ളണം. അത് ഏത് പൊട്ടന്മാര് സ്വീകരിക്കുന്ന കാര്യമാണ് പറയുന്നത്. കുരുവള ഇങ്ങനെയല്ലേ പറയുന്നത്. ഇപ്പം ഏതാ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ സ്ഥാനപ്പെടുന്നവർ കൊടുക്കണം, ഏക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഏറ്റെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചോണം. ഇത് എവിടുത്തെ ന്യായമാണ്? ആരെങ്കിലും വിശ്വസിക്കുമോ? ഏതെങ്കിലും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമാണോ ഇത്? ഇവിടെ മത്തായി 19 യേശുക്രിസ്തു വളരെ കൃത്യമായി പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് അപ്പോസ്തലന്മാരോട്. അപ്പോൾ അവർക്ക് മനസ്സിലായി, പിതാവ് എന്ന് പറയുന്ന നാമമല്ല, പുത്രൻ നാമമല്ല, പരിശുദ്ധാത്മ നാമമല്ല. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ ഗ്രഹിച്ചു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം യേശുക്രിസ്തു ആണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവർ യേശുക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെടുത്തി. അതല്ലേ ശരിയായിട്ടുള്ള ചിന്ത? ഞാനീ പറഞ്ഞതിൽ തെറ്റുണ്ടോ? അല്ലാതെ കൊടുക്കുന്നയാള് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് പറയുക, ഏൽക്കുന്നയാള് അത് യേശുവിന്റെ നാമത്തിലാണെന്ന് പറഞ്ഞ് അംഗീകരിക്കുക. ഞാൻ ഹോട്ടലിൽ പോയിട്ട് ഒരു പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്യുകയാണ്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ആ വെയിറ്റർ അടുപ്പിലെ കുറച്ച് കരിക്കട്ടയും കുറച്ച് കാടി കഴിയതും കൊണ്ട് എന്റെ മുമ്പിൽ വെച്ചിട്ട് പറയാണ്, നിങ്ങൾ ഓർഡർ ചെയ്ത ബീഫും പൊറോട്ടയും അല്ലേ, അത് തന്നെയാണ് ഇത് എന്ന് പറഞ്ഞ് കഴിച്ചോളാൻ പറഞ്ഞ ആരെയും ലോകത്ത് സമ്മതിക്കുവോ? എന്ത് പോഷത്വമാണ് കുരുവിള പറയുന്നത് ബ്രദർ. എനിക്ക് ഐ ഹാവ് നോ ഗ്രഡ്ജ്, ഐ ഹാവ് നോ എൻമിറ്റി വിത്ത് ബ്രദർ കുരുവിള. വി ആർ ഫ്രണ്ട്സ്, വി ടോക്ക് ഈച്ച് അതർ. പക്ഷെ ഇത് നിങ്ങൾ പറഞ്ഞത് ഏറ്റവും ദുരുപദേശവും വഞ്ചനയും ആകുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഉപദേശം ഇവിടെ കടലിൽ താഴ്ത്തപ്പെട്ടിരിക്കുന്നു. ഏതാ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ അത് യേശു എന്ന് പറഞ്ഞ് അനുസരിക്കണമെന്നുള്ള നിങ്ങളുടെ ആ വാദഗതി കടലിന്റെ അടിയിലേക്ക് ഞാൻ ഒരു തിരികല് പോലെ താഴ്ത്തി കളഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ഒരു വാക്യം വായിക്കാം. ഇനി നമുക്ക് അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായത്തിന്റെ 43 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഗ്രഹിക്കണമേ നിങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും
അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അപ്പൊ സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞത് യേശുവിന്റെ നാമം മൂലമാണ് പാപങ്ങളെ മോചിക്കുന്നതെന്ന് സകല പ്രവാചകന്മാർ പറയുന്നു. അപ്പോസ്തലനായ പത്രോസ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഈ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ തന്നെയാണ് അപ്പോസ്തലൻ ആയ പത്രോസ് ഇവിടെ പ്രസ്താവിച്ചത്. അതുകൊണ്ട് പ്രവാചകന്മാര് പറയുന്നത് എല്ലാം വിശ്വസിക്കാത്തവരെ കുറിച്ച് യേശുക്രിസ്തു പറയുന്നത് എന്താണ്? മന്ദബുദ്ധികളെ. അപ്പോൾ ബ്രദർ കുരുവിള, ഈ സ്നാന വിഷയത്തിൽ നിങ്ങൾ ഒരു മന്ദബുദ്ധി ആയിരിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം വാക്യം വായിക്കുക. അവിടെ എന്താ പറഞ്ഞത്? പ്രവാചകന്മാർ പറഞ്ഞത് മുഴുവനും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അങ്ങനെയാണ് പ്രവാചകന്മാർ എന്ത് പറഞ്ഞു? അവന്റെ നാമം മൂലം സകലർക്കും പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും പറയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? അപ്പോൾ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഇത് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വെച്ച് പത്രോസ് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇത് പത്രോസ് പ്രസംഗിച്ച എന്താണ്? സകല പ്രവാചകന്മാരും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് പറഞ്ഞ കാര്യം ഇവിടെ പത്രോസ് പ്രസംഗിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന കൊർന്നല്യോസിന്റെ ഭവനക്കാരായാലും അവിടെ കൂട്ടിൽ ബന്ധക്കാരോ സ്വന്തക്കാരോ പുള്ളി ഒരു സെഞ്ചുറിയൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് കാണും. അപ്പൊ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അപ്പോൾ പത്രോസ് പറയാണ്, അവര് ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. ഇത് പത്രോസിന്റെ കൂടെ വന്ന പരിശോധനക്കാര് ഇവിടെയുള്ളവര് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു അന്യഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് പത്രോസിനോട് പറയാണ്, നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. പത്രോസ് കൂടെ വന്ന അവരോട് പറയാണ്, നിങ്ങൾ ഈ കൊർന്നല്യോസ് ഭവനക്കാരെയും അന്യഭാഷയിൽ അല്ലെങ്കിൽ ആത്മാവ് പ്രാപിച്ച അന്യഭാഷ പറഞ്ഞ അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്താൻ കൽപ്പിച്ചു. അപ്പോൾ കുരുവിള പറഞ്ഞ രണ്ടാമത്തെ ആ ദുരുപദേശത്തെയും ഇവിടെ ഞാൻ കടലിൽ താഴ്ത്തുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹം ചോദിച്ചു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്താൻ കൽപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ പത്രോസ് കൽപ്പിച്ചു അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു. പിന്നെ അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. അതാരാ അപേക്ഷിക്കുന്നത്? ഈ കൊർന്നല്യോസിന്റെ വീട്ടുകാരും ഈ കൊർന്നല്യോസിന്റെ ഭവനക്കാരും അവിടെ അവർ പറഞ്ഞു കാണും, ആ മീറ്റിംഗ് കഴിഞ്ഞല്ലോ, ഇനി പത്രോസ് ഉപദേശി ഭാഷ അല്ലെങ്കിൽ ദയവായി ഞങ്ങളോട് കുറച്ചുനാൾ താമസിക്കണം, ഇതേ ഉപദേശം മറ്റുള്ളവരുടെ കുറച്ചുകൂടെ പറയണം, ചില മറ്റു ഭവനങ്ങളിൽ നമുക്ക് പോകണം എന്നൊക്കെയുള്ള ഒരു ആശയമായിരിക്കും. അപ്പം അവിടെ പത്രോസ് പ്രസംഗിച്ചപ്പോൾ കൊർന്നല്യോസിന്റെ ഭവനക്കാരും മറ്റുള്ളവരും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവ് പ്രാപിക്കുകയും അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്ത അവരെ സ്നാനപ്പെടുത്തുവാൻ പത്രോസ് കൽപ്പിച്ചത് പത്രോസിന്റെ കൂടെ വന്ന അവരോടാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കുക. അതിന് വേറെ വ്യാഖ്യാനം കൊടുത്താൽ അത് ശരിയാകുന്ന വ്യാഖ്യാനമല്ല. ഏച്ചു വെച്ചാൽ മുഴച്ചു നിൽക്കും. കേട്ടോ ബ്രദർ കുരുവിള? ഇനിയും സ്നാനപ്പെട്ടവരെ വീണ്ടും സ്നാനം കഴിപ്പിക്കുവാൻ ബൈബിളിൽ വ്യവസ്ഥയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിനുള്ള അധ്യായമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം. ഞങ്ങൾ ഒരു പ്രാവശ്യം സ്നാനമേറ്റതാണ്. അങ്ങനെ പറഞ്ഞ് തൃപ്തിപ്പെടുന്നവരോട് ആ ഒരു സ്നാനം, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, ദൈവം ഒരുവൻ. അങ്ങനെയെങ്കിൽ ആ ഒരു സ്നാനം, ശരിയായിട്ടുള്ള സ്നാനം ഏൽക്കുന്നവരെയും മറ്റേത് സ്നാനമേറ്റാലും അത് ദൈവപ്രകാരമുള്ള സ്നാനമല്ല എന്നുള്ള ഉദാഹരണമാണ് അപ്പോസ്തല പ്രവൃത്തി 19 കാണുവാൻ സാധിക്കുന്നത്. അവിടെ പൗലോസ് എഫെസോസിൽ ചെന്നു, ചില ശിഷ്യന്മാരെ കണ്ടു. അവർ യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ?
പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. എന്നാൽ ഏതായിരുന്നു സ്നാനം എന്നാണ് ഉടനെ ചോദിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രാപിച്ചല്ലേ, ഒരു കാര്യം പായിട്, നമുക്ക് ഡ്രം അടിച്ച് പാട്ടുപാടി നമുക്ക് ആത്മാവിലായി പരിശുദ്ധാത്മാവ് പ്രാപിക്കാമെന്ന് പൗലോസ് പറഞ്ഞോ? ഇല്ല. ഉടനെ ചോദിക്കേണ്ട സ്നാനം ഏതായിരുന്നു? സ്നാനം ശരിയായിട്ടുള്ളതാണെങ്കിൽ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ ഏറ്റ സ്നാനം യോഹന്നാന്റെ മാനസാന്തര സ്നാനം. അതായത് യേശുക്രിസ്തു ഏറ്റ അതേ സ്നാനം ഏറ്റവരാണ് ഈ 12 ശിഷ്യന്മാര് യോഹന്നാന്റെ. എന്നാൽ പൗലോസ് പറഞ്ഞു, യോഹന്നാൻ പറഞ്ഞത് യോഹന്നാന്റെ പുറയിൽ വന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം എന്നാണ് യോഹന്നാൻ പറഞ്ഞെന്ന് പൗലോസ് ഇവരോട് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും ചെയ്തു എന്ന് വളരെ വ്യക്തമായി അപ്പോസ്തല പ്രവൃത്തികൾ 19:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ അതിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുന്നു. 4 മുതൽ. അതിനു പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു, തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ ആരെങ്കിലും കാണും. അതുകൊണ്ടാണ് പലപ്പോഴും പറഞ്ഞ് ഞാൻ സ്നാനപ്പെടുത്തുവാനല്ല വന്നിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടെയുള്ളവരെ കൊണ്ട് സ്നാനപ്പെടുത്തുന്ന ഒരു രീതിയായിരുന്നു അപ്പോസ്തലന്മാർ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഇവരെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം പെടുത്തുവാൻ കൂടെയുള്ളവരോട് കൽപ്പിച്ചപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ 12 ശിഷ്യന്മാർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു എന്ന് വളരെ വ്യക്തമായി ബൈബിളിൽ പറഞ്ഞ. ഇനിയും എന്റെ കൺക്ലൂഷനാണ്. അപ്പോൾ മത്തായി 28:19 യേശുക്രിസ്തു പറഞ്ഞ കൽപ്പന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാനാകുന്നു. ആ കൽപ്പന കേട്ട അപ്പോസ്തലന്മാർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം യേശുക്രിസ്തു ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അപ്പോസ്തലന്മാർ എല്ലാം സ്നാനം നടത്തിയപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൊടുത്തതായി അപ്പോസ്തലർ 2:38, 8:16, 10:48, 19:1 മുതൽ 5 വരെ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചല്ലോ. അപ്പോസ്തലന്മാർ സ്നാനപ്പെടുത്തിയപ്പോൾ എങ്ങും ആരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം എന്ന് പറഞ്ഞ് സ്നാനപ്പെടുത്തിയില്ല. അങ്ങനെ പെടുത്തിയിരുന്നെങ്കിൽ ഈ യോഹന്നാന്റെ ശിഷ്യന്മാര് പരിശുദ്ധാത്മാവെന്ന് കേൾക്കുമായിരുന്നു. ഏതാ യെരുശലേമിൽ തുടങ്ങി ആണ് ആദ്യമായിട്ട് യേശുക്രിസ്തുവിനുള്ള സ്നാനം തുടങ്ങിയത്. അങ്ങനെയെങ്കിൽ ആ സമയം മുതൽ എഫെസോസിൽ 19-ാം അധ്യായം വരെയുള്ള ആ ഗ്യാപ്പിൽ എത്രയോ സ്നാനം അപ്പോസ്തലന്മാർ കൊടുത്തിട്ടുണ്ട്. അവിടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു സ്നാനം കൊടുത്തിരുന്നെങ്കിൽ ഈ 12 ശിഷ്യന്മാർ പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. അപ്പോൾ ഇവര് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു സ്നാനം കൊടുത്തിരുന്നെങ്കിൽ അവർ പരിശുദ്ധാത്മാവ് കേൾക്കുമായിരുന്നല്ലോ. അപ്പൊ അവരും കേട്ടിട്ട് പോലുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം അപ്പോസ്തലന്മാർ ആർക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കൊടുത്തിട്ടില്ല. പിന്നെയോ അവര് പ്രസംഗിച്ച് അവസാനിച്ചപ്പോഴെല്ലാം അവര് കൊടുത്ത സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിലായിരുന്നു. അപ്പോൾ ശമരിയായിൽ സ്ത്രീകളും പുരുഷന്മാരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റുന്നേ ഉള്ളൂ എന്ന് അപ്പോസ്തലർ 8:14 പറയുമ്പോൾ ആ ശമരിയക്കാരെ സ്നാനപ്പെടുത്തിയ ഫിലിപ്പോസും ഷണ്ണനെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാര്യം ഞാൻ പറയാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരുവൻ പറയാണ്, ഞാൻ IPCയിലെ വത്സന എബ്രഹാമിന്റെ കയ്യിലാണ് സ്നാനമേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകും വത്സന എബ്രഹാം IPC ആണ്, തൃത്വസഭയാണ്. ആ തൃത്വസഭക്കാര് സ്നാനപ്പെടുത്തുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാകുന്നു എന്ന് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഏൽക്കുമ്പോൾ അവർ ഏൽക്കുന്ന സ്നാനവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആകുന്നു. എന്റെ പരിചയമുള്ള ഒരു പാസ്റ്റർ ഉണ്ട്, ജോയി ജോസഫ്, കൊച്ചി. അദ്ദേഹം ആരെങ്കിലും പറയാണ്, ഞാൻ കൊച്ചിയിലെ ജോയി ജോസഫിന്റെ കൈക്കീഴിലാണ് സ്നാനമേറ്റത് എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാകും ജോയി ജോസഫ് ഒരു യേശുനാമക്കാരനാണെന്നും അദ്ദേഹം സ്നാനപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനപ്പെടുത്തുന്നതും അറിയാം. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന ഏത് നാമത്തിലാണ്? യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് കൊടുക്കുന്നത്. അത് ഏൽക്കുന്ന ആ ഒരു യേശുക്രിസ്തു നാമത്തിലാണ് സ്നാനം ഏൽക്കുന്നത്. ഇതല്ലേ സത്യം. കോട്ടയത്തെ ഞങ്ങളുടെ ഒരു പാസ്റ്ററുണ്ട്, ജോസ് വർഗീസ്. അദ്ദേഹം യേശുനാമക്കാരനായിട്ട് അറിയപ്പെടുന്നു. അദ്ദേഹം ആരെങ്കിലും പറയാ ഞാൻ കോട്ടയത്തെ ജോസ് വർഗീസ് പാസ്റ്ററുടെ കൈക്കീഴിലാണ് സ്നാനമേറ്റെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകും ജോസ് വർഗീസ് പാസ്റ്റർ യേശുനാമക്കാരനാണ്. അദ്ദേഹം സ്നാനം കൊടുക്കുമ്പോഴെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിലേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു നാമത്തിൽ കൊടുക്കുമ്പോൾ ഏൽക്കുന്നവരും യേശുക്രിസ്തു നാമത്തിലാണ് സ്നാനം എടുക്കുന്നത്. അണ്ടർസ്റ്റുഡ് ആണ്. ഇത് വളരെ
കോമൺ സെൻസ് ഉള്ള ഒരുവന് മനസ്സിലാകാൻ സാധിക്കും. എന്നാൽ കുരുവിള ഇവിടെ പറഞ്ഞ കാര്യം, യേശുക്രിസ്തു പറഞ്ഞ കൽപ്പന, നിങ്ങൾ സ്ഥാനം കൊടുക്കുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാന്റെ നാമത്തിൽ നിന്ന് പറഞ്ഞ് കൊടുക്കണം. ഏൽക്കുന്നവര് യേശുവിന്റെ നാമത്തിൽ നിന്ന് വിശ്വസിക്കുന്ന പറയുന്നത് ഏറ്റവും വൺ ഓഫ് ദ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. ഇതൊരു അതിശയമാകുന്നു. ഇത് അനേകരെ കുഴിയിലേക്ക് പായിക്കുവാനുള്ള ഉപദേശമാകുന്നു. എന്തുകൊണ്ടെന്നാൽ പിശാചിനറിയാം, ഒരുവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ പിശാചിന്റെ കയ്യിൽ നിന്ന് അവൻ വിട്ടുപോകുന്നു, അവൻ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും പിശാച് ജനങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ സമ്മതിക്കുന്നില്ല. മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനം ചെങ്കടൽ വന്നു. ആ ചെങ്കടൽ കടന്നാൽ മാത്രമേ സ്നാനമായിട്ട് ബൈബിളിൽ പറയുന്നുള്ളൂ. അവർ ചെങ്കടൽ കടന്നു, സ്നാനമേറ്റു, മോശയോട് ചേർന്നു എന്ന് പറയുന്നുണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ 10:1 വാക്യങ്ങൾ. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനോട് കൂടി ചേരുവാൻ, യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർന്നെടുക്കുവാൻ, യേശുക്രിസ്തുവിനെ ധരിക്കുവാൻ, ദൈവനീതി നിവർത്തിക്കുവാൻ, ക്രിസ്തുവിനെ ധരിക്കുവാൻ, ഇതെല്ലാം ആവശ്യമായിരിക്കുന്ന സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ളതാകുന്നു. ആ നാമത്തിൽ മാത്രമേ നിങ്ങളുടെ പാപമോചനം ലഭിക്കുന്നുള്ളൂ, പാപങ്ങളെ കഴുകിക്കളയുന്നുള്ളൂ, ക്രിസ്തുവിനെ ധരിക്കുന്നുള്ളൂ, ക്രിസ്തുവിന്റെ കൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നുള്ളൂ. അനന്യാസ് പൗലോസിനോട് പറഞ്ഞെന്താണ്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. അപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്ഥാനത്തിന് മാത്രമേ പാപം ലഭിക്കുകയുള്ളൂ, പാപങ്ങളെ കഴുകിക്കളയാൻ സാധിക്കുകയുള്ളൂ എന്ന് വചനത്തിൽ കൂടെ നിങ്ങളോട് അറിയിച്ചുകൊണ്ട് എന്റെ കുരുവിളയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ഈ ദുരുപദേശത്തിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ള എന്റെ മറുപടി ഞാനിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കേൾക്കുക, സത്യമെന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും പത്രോസ് പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം കൂടെ വിളിച്ചു പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാദാനം ലഭിക്കും. മാത്രമല്ല കൊലോസ്യർ 3:17 പറയുന്നു, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും യേശുക്രിസ്തു നാമത്തിൽ ചെയ്യുവാൻ. അപ്പോൾ സ്നാനത്തിൽ വാക്കുണ്ട്, ക്രിയയുണ്ട്. അത് യേശുക്രിസ്തു നാമത്തിലായിരിക്കണം എന്ന് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു. ഞങ്ങളത് ചെയ്യുന്നു, ഞങ്ങളത് സംസാരിക്കുന്നു, അത് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരുവൻ നിങ്ങളോട് വേറൊരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ തീർച്ചയായും എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, സൗരിസോരന്മാരെ, ബൈബിളിന്റെ വ്യവസ്ഥയിൽ ശരിയായിട്ടുള്ള സ്നാനം അത് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണെന്ന് മനസ്സിലാക്കി പാപങ്ങളുടെ മോചനത്തിന് ആ സ്നേഹം ഏൽക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചനം ഇത്രയും നേരം നമുക്ക് പകർന്നു തന്ന എബ്രഹാംകുട്ടി സാറിനോടുള്ള എല്ലാവിധ നന്ദിയും ഈ തരുണത്തില് അറിയിക്കുന്നു. ദൈവം അദ്ദേഹത്തെ വീണ്ടും ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ ദൈവം ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ഇവിടെ വന്ന് ഇതിനെ ഖണ്ഡിക്കുവാനായിട്ട് ദൈവം അദ്ദേഹത്തിന് കൊടുത്ത കൃപയ്ക്കായി നമ്മെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ കേട്ട എല്ലാവരോടുള്ള നന്ദിയെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് ഉപകാരപ്രദമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.